ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കൊച്ചടുക്കളയിൽ വീണ്ടും നിൽക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കൊച്ചടുക്കള ഏതാണ്ട് മടുത്ത പോലെയായി അല്ലേ? ഒരുപാട് ദിവസങ്ങളായിട്ട് നമുക്കൊരു ചേഞ്ച് ഓഫ് സീനില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലൊന്ന് ക്ഷമിക്കാം. നമുക്ക് ഇടയ്ക്ക് ടെറസ് കിച്ചണിൽ പോകാം. ഓക്കെ, എന്തായാലും കുറച്ച് സമാധാനമായിട്ട് പോയി ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാളായല്ലോ കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട്. ചെറിയ ചെറിയ പൊടിക്കൈകൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയ അറിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നാറില്ലേ? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറച്ച് കിച്ചൺ ടിപ്സ്. അതിൽ പ്രധാനമായിട്ട് 2-3 കാര്യം, 1-2 ഒരു 7 എണ്ണം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സമയം പോലെ ചെയ്യാം. ഓക്കെ, തുടങ്ങുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് കപ്പലണ്ടി വറുത്തിട്ടത് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇവിടെ ആണെങ്കിലും അതെ, കപ്പലണ്ടി ഇങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ, ഔട്ടർ ലെയർ, അതിങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്തല്ലേ, അപ്പോൾ അത് വീട്ടിനകത്ത് വെച്ച് ചെയ്യുമ്പോൾ എത്ര സൂക്ഷിച്ചാലും അത് പുറത്തേക്ക് പറന്നു പോകും. പിന്നെ നമ്മളത് തൊലി കളഞ്ഞ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചേട്ടെ. അടുപ്പ് കത്തിച്ചു. ഇത് വറുത്ത കപ്പലണ്ടിയാണ്, എങ്കിലും നമ്മളൊന്ന് ചൂടാക്കണം. ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കിന്ന് പെട്ടെന്ന് ഇളകി വരാനാണ് ചെറുതായിട്ട് ഞാൻ ചൂടാക്കുന്നതേ ഉള്ളൂ. ചൂടാക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇങ്ങനെ വറുത്ത കപ്പലണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഇച്ചിരി ഉപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട്, ഇത് ഉപ്പില്ലാത്ത കപ്പലണ്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ കളിക്കാം. ഉപ്പ് വെള്ളം ഇത്ര മതി, ഒരുപാടായാലും പ്രശ്നം. ഇത് ആക്ച്വലി റോസ്റ്റഡ് കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നതാണ്. അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ വീണ്ടും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കത് കുറച്ചുകൂടി റോസ്റ്റ് ആകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റോസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് മതിയായി, ഓക്കെയാണ്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് ഇതൊരു തോർത്തിനകത്തോ ടവലിലേക്കോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, കപ്പലണ്ടി ഇതിനകത്തേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഞകടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഈ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇളകും. കപ്പലണ്ടിയെ കിഴിയെത്തി ഇതിനകത്ത് വെച്ച് തന്നെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരും. നല്ല വറുത്ത കപ്പലണ്ടിയിൽ. എന്നിട്ട് ഇതുപോലൊരു അരിപ്പ ഇതാണ് വേണ്ടത്. ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹോൾ തിങ് ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ അതിൻ്റെ സ്കിന്നെല്ലാം താഴെ പോകും. നമ്മുടെ കപ്പലണ്ടി മുകളിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ കപ്പലണ്ടി എല്ലാം തൊലി മാറ്റി നമുക്ക് ഈ പ്ലേറ്റിൽ കിട്ടി. ഇത് ഓക്കെ, അതിൻ്റെ സ്കിന്ന് ഇതാണ് അരിച്ചപ്പോൾ കിട്ടിയ സ്കിന്ന്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ അരിപ്പം ഇച്ചിരി വലുതാണ്. കുറച്ചുകൂടി ബെറ്റർ അടുക്കുള്ളത് വാങ്ങിച്ചാൽ കുറേ കൂടി നല്ലതായിരിക്കും. ഇതിലിപ്പോൾ 1, 2, 3 ഈ സ്പ്ലിറ്റായി പോയത് 1-2 എണ്ണം താഴെ വന്നു. അതിൻ്റെ ഇടയിലൂടെ ചാടിപ്പോയതാണ്. പക്ഷേ ഇത്രയും പോലും അല്ലാത്ത കുറച്ചുകൂടി നല്ല അരിപ്പ് കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ശരിയാക്കിയെടുത്ത കപ്പലണ്ടി പിന്നീടൊരു ഒന്നുകിലും ഒരു കുപ്പിയിലിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിലിടാം. എന്താണെങ്കിലും കുഴപ്പമില്ല. കപ്പലണ്ടി ക്ലീൻ. കഴിച്ചാൽ മാത്രം മതി. ഇത് വലിയ കണ്ടെയ്നറാണ്, ഇത്ര വലുത് വേണമെന്നില്ല. ചെറിയ ബോട്ടിലിൽ കുപ്പിയിൽ വെച്ചാലും മതി. കഴിച്ചാൽ മാത്രം മതി. ആഹാ, ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റായി. നന്നായിട്ട് അടച്ച് വയ്ക്കാം. എയർ ടൈറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു ടിപ്പ് പറയാം. അതായത് നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുളക്, കറിവേപ്പില, മല്ലിയില, അങ്ങനത്തെ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാന്നുള്ള വലിയ പാടാണ്. ഞാൻ ഇതിന് മുന്നേ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പച്ചമുളക് നല്ല ഫ്രഷാണ്. അത് വേറെ ഒന്നും ചെയ്യേണ്ട, അതിൻ്റെ ഞെട്ട് മാത്രം എടുത്തിട്ട് നമ്മളൊരു ഡബ്ബയിലിട്ട് വെച്ചാൽ മതി. ഹൂ ഈസ് കമ്മിങ്? മൈ ബേബി ഗേൾ, കം. മോള് വാ, ഇവിടെ ഇരിക്കും. സിറ്റ് വിത്ത് അമ്മാമ്മ. പുടു ബേബി, പുടു ഷൂട്ടിങ്. ഓക്കെ, പുടു ഷൂട്ടിങ്. ന്യൂ ഡ്രസ്. ദിസ് ഈസ് യുവർ ന്യൂ ഡ്രസ്. ഷൂട്ടിങ്ങിന് വേറെ ഡ്രസ്സ് ഇട്ടോണ്ട് വരുന്നതാണ് പറയുന്നത്. ഇറ്റ്സ് എ നൈസ് ഡ്രസ്. കൊള്ളാം, നൈസ്. യെല്ലോ എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഇതൊരു കണ്ടെയ്നർ. അതിനകത്ത് വെള്ളം ഒന്നും പാടില്ല, മുളകിലും വെള്ളം പാടില്ല. ഇത് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് താഴെ പേപ്പറൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ തന്നെ ഇട്ട് വയ്ക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇടുന്നതിൽ തെറ്റില്ല. ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഒന്ന് വയ്ക്കാം. 2 പേപ്പർ വെച്ചു എന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ഞെട്ട് മാത്രം കളഞ്ഞാൽ മതി.
ഇത് വാഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ കഴുകി ഉണക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഈർപ്പം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരെണ്ണം പോലും അങ്ങനെ മോശമായതോ ഒന്നും ഈ കൂട്ടത്തിൽ വരാൻ പാടില്ല. ഓക്കെ, കേടായത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റണം. അത് ഇതിൻ്റെ കൂടെ ഇടരുത്. ബസ് അത് ഒരെണ്ണം കേടായ പറയില്ലേ, ഒരു റോട്ടൺ ആപ്പിൾ ഉണ്ടെങ്കിൽ കൂടെ ഇരിക്കുന്ന എല്ലാ ആപ്പിളും റോട്ടൺ ആകും, അത് ചീത്തയാകും. പൂടു പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഇവിടെ അമ്മാമ്മ ഹെൽപ്പ്. ഓക്കെ, ഇങ്ങനെ മുളക് പിടിച്ചോളൂ. ഓക്കെ, അമ്മാമ്മ ഇതിനകത്ത് ഇടാം. ഓക്കെ, അയ്യോ അത് എരിയും. സ്പൈസി. ഇറ്റ് ഈസ് സ്പൈസി. ഇവിടെ നോക്കതോ മോനെ, സ്പൈസി. ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുമോ ഷൂട്ടിങ്ങിന്? ഒരു ഹലോ പറയൂ. സേ ഹലോ. ഹലോ എങ്ങനെ പറയും? ഹലോ ഹായ് പറയും. പുടു ഇറ്റ്സ് ഡേഞ്ചറസ്. അമ്മാമ്മ ഡേഞ്ചറസ് പറഞ്ഞാൽ ഡേഞ്ചറസ്. ഓക്കെ, പ്ലീസ്. അയ്യോ, തൊഴുതാണ് പ്ലീസ് പറയുന്നത് എപ്പോഴും. തുടരുത്, പണിയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ടി വരും. ഓക്കെ, പുഴുവിൻ്റെ കൈ. ഡേഞ്ചർ. ഒരു മുളക് ഒരു പ്രാവശ്യം കടിച്ചാൽ പിന്നെ കടിക്കില്ല. അതിപ്പോൾ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മൈൻ. ഓക്കെ, യു ടേക്ക്. പുട്ടിൻ ഇതിനകത്തിടും. പുട്ടി ഒമ്മടാ മുറിച്ചത്. ഡോണ്ട് ഡു ദാറ്റ്. മതി സഹായിച്ചത്. അയ്യോ, കണ്ണ്. അപ്പോൾ ഈ മുളക് ഇത്രയും ഇങ്ങനെ ഇപ്പം ഇന്ന് മേടിച്ച മുളകാണ്. അപ്പോൾ അത് അന്നേരം തന്നെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ പരിപാടി. അടച്ചിട്ട് ഫ്രിഡ്ജിലങ്ങ് വയ്ക്കാം. ഓക്കെ, ഒരു എയർ ടൈറ്റായിട്ട് വെച്ചാൽ മതി, അപ്പം പിന്നെ കുഴപ്പമില്ല. ഇനി ഈ പേപ്പർ ആവശ്യമില്ല, ആക്ച്വലി വേണമെങ്കിൽ മതി. ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നത് ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ബോക്സിൽ വെറുതെ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഒരു ഈർപ്പം ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ ഒരു തണുപ്പ് ഞാൻ പുറത്തെടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, അത് ഒരാഴ്ചയായിട്ടിരിക്കുവാണ്. നോ പ്രോബ്ലം. ടിപ്പ് നമ്പർ 3 എന്താ അറിയോ? കറിവേപ്പിലയുടെ കേസ് തന്നെ. ഞാൻ കറിവേപ്പില മല്ലിയില എങ്ങനെ വെച്ച് സൂക്ഷിക്കണം എന്നൊക്കെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് ഞാൻ ഒരാഴ്ചയായി ഇങ്ങനെ കറിവേപ്പില വെച്ചിട്ട് കാണിച്ചു തരാം. കറിവേപ്പിലയുടെ ഇലകളിങ്ങനെ ഇളക്കി എടുത്തിട്ട് ഓരോ ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ഇത് ഇടയ്ക്കിടയ്ക്ക് പേപ്പർ വയ്ക്കും. ഫുള്ളിനൊരു പേപ്പർ പോരാ. അപ്പോൾ ഇങ്ങനെ പല ലെയേഴ്സിലായിട്ട് പേപ്പർ വയ്ക്കണം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലത്തെ വേറൊരു ഡബ്ബ എടുക്കുന്നു. വെള്ളമൊന്നും ഇല്ലാത്ത ഇതായിരിക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇടാം. ഒരു ലെയറും കൂടി ഇട്ടേക്കാം. കറിവേപ്പില ഞാൻ കഴുകി തോർത്തിൽ വെച്ച് ഉണക്കി ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നില്ല. അതിന് പകരം ഇങ്ങനെ നമ്മൾ ഇറുത്തിടുക എന്ന് പറയില്ല, അതിനെ ഇളക്കിയിടുകയാണ്. ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. കഴുകി നല്ലോണം ഡ്രൈ ആക്കിയതാണ്. ഫാനിൻ്റെ താഴെ വെച്ച് ഈ തുണിയിലും ഒക്കെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, തണ്ടിൻ്റെ ആവശ്യമില്ല. ഇത് കുറേ നാളത്തേക്ക് നമുക്ക് കറിവേപ്പിലായിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ. തണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നാളുണ്ടാവും. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വരുമ്പോൾ ഇച്ചിരി കൂടെ ഇടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ ഓഫ് പേപ്പർ. ഓക്കെ, ഈ ലെയറിൽ കുറച്ചുകൂടി ആകാം. ഓക്കെ, ഇങ്ങനെ ഇട്ടു. ഇനി അടുത്തൊരു പേപ്പർ വയ്ക്കാം, ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ ലെയറിന്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വയ്ക്കാം കുറച്ച്. വീണ്ടും കറിവേപ്പില. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഒരുപാടില്ല, അപ്പോൾ ഇതൊരു 3 ലെയറിൽ നമുക്ക് നിർത്താവുന്ന കാര്യമാണ്. പക്ഷേ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ കണ്ടെയ്നറിലെടുത്ത് വെച്ചാൽ മതി. ഇപ്രാവശ്യം ഞാൻ പാർവതിയുടെ അവിടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഹോൾ തിങ് കൊണ്ടുപോകാണ്ട് ഇതുപോലെ ആക്കി കൊണ്ടുപോയാൽ കുറേ നാളത്തേക്കുള്ള കറിവേപ്പില കൊടുക്കാൻ പറ്റും. അവിടെ ഭയങ്കര വിലയല്ലേ. ഇതിപ്പോൾ ഒരു 2 ലെയറിനേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് നോട്ട് മച്ച്. മതി, കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ട് നല്ല കവറേജായി. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തുറക്കുക, എടുക്കുക. ഒരു സെറ്റ് തീരുമ്പോൾ താഴോട്ട് പോവുക. ഇനി നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഇത് കംപ്ലീറ്റ്ലി എയർ ടൈറ്റായിട്ട് വെക്കണം. ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുന്നത്. ഈർപ്പമൊന്നും ഇറങ്ങാൻ പാടില്ല. ഓക്കെ, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ
വെണ്ടയ്ക്കയെല്ലാം വഴട്ട് നമ്മൾ ചെയ്യില്ലേ, എണ്ണയിൽ വഴട്ടുന്ന സമയത്ത് 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വെണ്ടയ്ക്ക അരിഞ്ഞിട്ടൊരിക്കലും വെള്ളത്തിൽ കഴുകാൻ നിൽക്കരുത്, അത് സ്ലൈമി ആകും. പിന്നെ അത് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് വഴറ്റാൻ. ആ സമയത്തും കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഒട്ടും തന്നെ ഈ എന്താ പറയുക, കിഴുകിഴുപ്പെന്ന് പറയില്ലേ, സ്ലൈമി, ഇങ്ങനെ കുഴകുഴാന്നാകുന്നത്, അത് ആകാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ പുളിവെള്ളം ഒഴിക്കണം, അതല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാനീര്. പുളിവെള്ളം നമ്മുടെ എന്താ പറയുക, പുളിവെള്ളം ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കറിയുടെ ആ ഒരു നേച്ചർ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നാരങ്ങാനീരാണെങ്കിൽ കുറച്ചുകൂടെ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴും ഇച്ചിരി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ. അതായത് എല്ലാം കൂടി ചേർത്തിട്ട് റബ്ബർ ബാൻഡ് ഇടുക ഫസ്റ്റ്. ഇത് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒരു 5-6 എണ്ണം ഒന്നിച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഓക്കെ, ഇങ്ങനെ അത് ലാസ്റ്റ് പീസാണ്. ഓക്കെ, അത് നമുക്ക് കളയാൻ പറ്റും വേണമെങ്കിൽ. ഈ ഭാഗത്തുള്ളതും കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്കിപ്പോൾ ഇങ്ങനത്തെ പീസസിലാണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ ഏത് സൈസാണ്, ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതാണ്. ഓക്കെ, കണ്ടോ, ഭയങ്കര സ്ലൈമി അല്ലേ, സ്ലൈമി. പക്ഷെ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ എളുപ്പമാണ്, കട്ടിങ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആവശ്യം അനുസരിച്ച് ഇങ്ങനെ നമ്മുടെ റബ്ബർ ബാൻഡിനെ ബാക്കിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി ഞാൻ കാണിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഈ വെണ്ടയ്ക്കൊക്കെ ആവശ്യമുള്ള വെളിച്ചെണ്ണ കുറച്ചല്ലേ ഉള്ളൂ. സോ ഈ സമയത്ത് ഇച്ചിരി കണ്ടോ, ഇച്ചിരി ഒരു ഉരുട്ടൽ പോലെ വരും. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതൊന്നും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവാത്തതാണ്. കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നാരങ്ങയുടെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തു, ഒരല്പം നാരങ്ങാനീര്. അതിൻ്റെ കളറ് റീറ്റെയിൻ ചെയ്യാനും നല്ലതാണ്, നല്ല ആ ഗ്രീൻ സൂപ്പറായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നാരങ്ങാനീര് അല്ലെങ്കിൽ പുളിവെള്ളമാണ് ഇതിൻ്റെ സ്ലൈമിനെസ് മാറ്റാനുള്ള ഏറ്റവും നല്ല റെമഡി. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാത്ത രീതിയിൽ, കുഴയാത്ത രീതിയിൽ നമുക്ക് മെഴുക്കുവരട്ടിയെല്ലാം, അല്ലെങ്കിൽ നല്ല ബ്രൗൺ ആവുന്നവരെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് നേരം ഇട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നാൽ ഓക്കെ. ബട്ട് കുറച്ച് അധികം വഴട്ടാണ്ട് അധികം മൂപ്പിക്കാണ്ട് എടുക്കുന്ന സ്റ്റേജസ് ഉണ്ട്. പിന്നെ ഇത് തന്നെ ഈ ഷേപ്പ് അല്ലാണ്ട് നമ്മൾ നീളത്തിന് അരിഞ്ഞിട്ട് 4ആയിട്ട് മുറിച്ചിട്ട് അരിയില്ലേ, ആ ഷേപ്പിലൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ സ്ലൈമിനെസ് ഫീൽ ചെയ്യും. ഇത്രയും മതി, ഒരു ശകലം നാരങ്ങാനീര് ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ 5ാമത്തെ ടിപ്പ്. 5ാമത്തെ എന്താണെന്ന് വെച്ചാൽ, മിക്സി നമ്മളെപ്പോഴും വാഷ് ചെയ്യും. ഓക്കെ, അകഭാഗം കഴുകും, പുറമെ ഉള്ള ഭാഗം കഴുകും. പക്ഷേ ഇങ്ങനെ വെച്ച് കഴുകുന്നത് വളരെ അപൂർവമാണ്. ഞാൻ സത്യമായി അടുത്ത കാലത്തൊന്നും അങ്ങനെ കഴുകിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡേർട്ടി ടു ദ കോർ. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരട്ടെ. ഇത്രയും അഴുക്കുണ്ട്, ഏതാണ്ടൊരു ഫംഗസ് ബാധിച്ച പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തേക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇടാൻ പോകുന്നു. കണ്ടോളൂ, ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇടാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇടാം, കുറയ്ക്കുന്നില്ല. ഐതർ നാരങ്ങാനീര് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വിനാഗിരി, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. നാരങ്ങയ്ക്കൊക്കെ കുറച്ച് വില കൂടുതലാണ്, നമുക്ക് വിനീഗർ ചേർത്താൽ മതി. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കഴിഞ്ഞു. ഇത് അഴുക്കളത്. ഓക്കെ, ഇത് ഭയങ്കര നല്ല റെമഡിയാണ്. ഞാനിത് കുറേ കാലം മുമ്പാണ് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് നാളായി മിക്സ് ചെയ്യാൻ മറന്നിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് ക്ലീനിങ് ഞാൻ വെച്ചപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചു. അതിൻ്റെ ആക്ഷൻസ് എല്ലാം ഏതാണ്ട് ഒതുങ്ങി. ഇതൊരു പഴയ ബ്രഷാണ്, ടൂത്ത് ബ്രഷ്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം ഇളകി കഴിഞ്ഞു, കാണിച്ചു തരാം. ഓക്കെ, ഇത് വെറുതെ ഒന്ന് തലോടുന്നേ ഉള്ളൂ മിക്സിയുടെ ബാക്ക്. നിറയെ അഴുക്ക് കേട്ടോ, ഇളകി വരുന്നു. ഏതാണ്ട് പൂപ്പലടിച്ച് ഫംഗസൊക്കെ അടിച്ചിരുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്.
ബ്രഷ് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഓൾറെഡി ഇളകിയിരിക്കുവാണ്. ഞാൻ കാണിച്ചു തരാം എന്തുമാത്രം അഴുക്കുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോണു. ഡേർട്ടി സി സോ മച്ച് ഓഫ് ഡേർട്ട്. ഇത്രയും അഴുക്ക്. മിക്സിയുടെ അകം കാണിച്ചു തരാം. ഇനി ഇതൊന്നും വെള്ളത്തിൽ കഴുകണം, അത്രേ ഉള്ളൂ. ആ സോഡാപ്പൊടിയൊക്കെ ഇച്ചിരി പറ്റിയിരിക്കുന്നതാണ്. നല്ല ക്ലീനായി കഴിഞ്ഞു. ഓക്കെ, ലെറ്റ്സ് സീ. അതെ, നീറ്റായി കഴിഞ്ഞു. ഈ കാണുന്നതൊക്കെ പെയിൻറ്റ് ഇളകി, അതിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് ഇളകി അതിൻ്റെ അകത്തുള്ള മെറ്റലിൻ്റെ വൈറ്റ് കളർ കാണാം. ഓക്കെ, അതാണ് ഈ കാണുന്നത്. അഴുക്കിൻ്റെ ലെവലേശയില്ല. ഓൾ ഗോൺ. ആ പൂ പഠിച്ചിരുന്നതും അഴുക്കുമെല്ലാം അതെല്ലാം കൂടി ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ കളഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ജോയിനിങ് പോർഷനിൽ നമ്മൾ ബ്രഷ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകണം ഇതുപോലെ. അതിലിപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല. സാധാരണ നമ്മുടെ ലിക്വിഡ് സോപ്പ് വെച്ചിട്ട് ഡിഷ് വാഷിങ് സാധനം വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡോ ഉപ്പ് എന്താണെങ്കിലും അത് വെച്ച് ചെയ്താൽ മതി. പക്ഷേ ഇതിങ്ങനെ അട്ടിയായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിങ്ങനെ കഴുകിയിട്ട് എന്താ ചെയ്യുന്നത്, കമിഴ്ത്തിയല്ലേ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോറായിരിക്കും കുറച്ച്. ആ ഈർപ്പം കൊണ്ടുണ്ടാകുന്ന ആ ഫംഗൽ സാധനങ്ങളൊക്കെയാണ് അകത്തിരിക്കുന്നത്, അഴുക്കും. അതേസമയം നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തിരിച്ചെടുത്ത് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ തിരിച്ചുള്ള വെള്ളം താഴോട്ട് പോകും. പിന്നെ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് തുടച്ചിട്ട് വയ്ക്കുക. അപ്പോൾ നീറ്റായിട്ടിരിക്കും. ഓക്കെ, ഞാനിപ്പോഴും വീണ്ടും കൊണ്ട് കമിഴ്ത്തിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കമിഴ്ത്തി വെച്ചാലും കുഴപ്പമില്ല. ദാറ്റ് വുഡ് ബി നൈസ്. അപ്പോൾ പേടിക്കേണ്ട. ഇനി മറ്റൊരു പ്രധാന കാര്യം, അതായത് മുട്ട പുഴുങ്ങുന്നതിൻ്റെ ടൈമിങ് പലർക്കും പല സമയമായിട്ട് ഒരു കൃത്യത കുറച്ച് പേർക്കേ അറിയാവുള്ളൂ. അതായത് എത്ര മിനിറ്റ് കൊണ്ടാണ് അതൊരു വാട്ടിയ മുട്ടയാകുന്നത്. നമ്മൾ ഹാഫ് ബോയിൽഡ് ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പോൾ ഫുൾ ബോയിൽഡ് ആക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റും, അല്ലെങ്കിൽ ടൈമറൊക്കെ വെച്ച് വെക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി പറഞ്ഞുതരാം. കുക്കറിൽ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ആവശ്യമുള്ള മുട്ട ഇടുക, കുക്കർ അടയ്ക്കുക, തീ കത്തിച്ച് കൊടുക്കുക, ഒറ്റ വിസിൽ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് പിന്നെ വിസിലിൻ്റെ ആ ഒരു ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ മുട്ടയുടെ തോട് പെട്ടെന്ന് ഇളകി വരാനായിട്ട് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വിനീഗറും കൂടെ ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നാരങ്ങയുടെ തോടോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് 2-3 പീസ് നാരങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ചെയ്താലും മതി, വിനീഗറിന് പകരം. ഇതിപ്പോൾ നമുക്ക് വിനീഗറാണ് എപ്പോഴും ഇക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വിനീഗർ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ 5 മുട്ട പുഴുങ്ങാൻ പോകും. എൻ്റെ പുതിയ കുക്കറാണ്, ഇതിൻ്റെ കളറൊക്കെ മാറി പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അറിയില്ല. വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതൊന്ന് ലെറ്റ്സ് സീ. ഇനോഗ്രേഷനാണ്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു. ഇനി കുക്കർ അടയ്ക്കുന്നു, 1 വിസിലിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഒരു വിസിൽ കേട്ടു, തീ ഓഫ് ചെയ്യും. ഇനി ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് തുറന്ന് നോക്കാം. ഓക്കെ, യെസ്, ആ ഒരു വിസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് തണുക്കാൻ കൂളിംഗ് ടൈം കൊടുത്തു, തുറന്നു. എല്ലാം ഇങ്ങനെ പൊട്ടി ഇരിക്കുന്നുണ്ടോ, അത് നമ്മൾ വിനീഗറും കൂടി ഒഴിച്ചിരുന്നല്ലോ. ഇനി വേറെ ഒന്നുമില്ല. ഇതിനെ വെള്ളം മാറ്റിയിട്ട്, ചൂടുവെള്ളം മാറ്റിയിട്ട് സാധാരണ വെള്ളത്തിൽ നമ്മളിങ്ങനെ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നു. ഇനി തോട് കളയാൻ ഒരു പാടുമില്ല, ഈസിയാണ്, നമുക്കൊന്ന് തട്ടിയാൽ മതി. ഇനി വേറെ എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ ആക്കിയാൽ മതി. അതിനകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി കൊടുത്താൽ സ്വന്തമായിട്ട് തന്നെ ഇളകി വരുന്നുണ്ടോ, ഈസി ആയിട്ട് വരും. ഓക്കെ, ഈ രീതിയിൽ മുട്ട പുഴുങ്ങി എടുക്കാം. ഓക്കെ, അങ്ങനെ മുട്ട പുഴുങ്ങുന്നതിൻ്റെ ഒരു ടെക്നിക്ക് എളുപ്പത്തിന് മനസ്സിലായില്ലേ? ഒറ്റ വിസിൽ. വേറെ ഒന്നും അറിയാത്തവർക്ക് പോലും മുട്ടയുടെ എത്ര നേരം വേവിച്ചാലാണത് വേകുന്നത്, പുഴുങ്ങുന്നത്, ബോയിലിംഗ് പോയിൻ്റ് ഒന്നും നോക്കണ്ട. ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഇച്ചിരി വിനീഗർ ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് 1 വിസിൽ വെയിറ്റ് ചെയ്യുക. 1 വിസിൽ തന്നെ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് എടുത്ത് അതിൽ തന്നെ ഇട്ടിങ്ങനെ ആക്കിയാൽ അതിൻ്റെ തോട് ഇളകി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തണുത്ത വെള്ളം ഒഴിക്കണം. ഓക്കെ, ആ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കൂളാക്കണം, എന്നിട്ട് വാങ്ങാം ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കട്ടിയാൽ അപ്പം ഇളകി വരും. ഓക്കെ, ഈസി അല്ലേ? ഇത് നമ്മുടെ 7ാമത്തെ ടിപ്പിലേക്ക് കടക്കാൻ പോകണം. അതായത് എല്ലാവരുടെയും പ്രശ്നമാണ് ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കും. പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഉള്ളി തൊലിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ടെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് നീറില്ല. പിന്നെ വേറൊരു മെത്തേഡ് പറയുന്നത് കുറച്ച് ഐസ് വാട്ടറിൽ ഇട്ട് വയ്ക്കുക, 2ആയിട്ട് മുറിച്ചിട്ട്.
എന്നിട്ട് കട്ട് ചെയ്യുക. കുറച്ച് നേരം വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഐസ് വാട്ടർ ഇട്ടിട്ട് പിന്നെ എടുത്ത് കട്ട് ചെയ്താലും കണ്ണ് നിറയില്ല. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിലായിട്ട് ഒന്നുകിലൊരു വെറ്റ് ടിഷ്യൂ എടുത്ത് വയ്ക്കുക, ടിഷ്യൂവിനെ നനച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നനഞ്ഞ ഒരു തുണിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്താലും ഇതേപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ഇപ്പോൾ കട്ടിംഗ് ബോർഡിൽ എന്താ പറയുക, സവാള ഒരു 2 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ തോർത്താണ്, ഒരു ടവൽ തോർത്ത് സൈഡിലായിട്ട് വെച്ചിരുന്നാൽ മതി. നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെറുതെ സൈഡിൽ വെച്ചിരിക്കുന്നു. അതേ ടവലായാലും മതി കേട്ടോ നനച്ചത്. എന്നിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണ് നീറുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത്രയും ചെയ്തിട്ട് ഇതുവരെ കണ്ണ് നീറിയിട്ടില്ല, കണ്ണിന്ന് വെള്ളം വരില്ല. ഓക്കെ, ഇനി ഹാഫ് സ്ലൈസ് മുറിക്കട്ടെ. സാധാരണഗതിയിൽ ഇത്രയാകുമ്പോൾ കണ്ണ് നീറേണ്ടതാണ്. ഇതുവരെ നീറി തുടങ്ങിയിട്ടില്ല. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനൊരു പരീക്ഷണമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ്. ഞാനിത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഞാനിത് ഒരു ആളെന്നോട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. ഇതുവരെ കണ്ണ് നീറിയിട്ടില്ല, കണ്ണിന്ന് വെള്ളവും വന്നില്ല. അപ്പോൾ ഒരു ഉള്ളി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ഉള്ളി ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് കാര്യം, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇത് സ്ലൈസ് ചെയ്യാം. ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണിന്ന് ഒരു തുള്ളി വെള്ളവും വന്നിട്ടില്ല, കണ്ണ് നീറിയിട്ടുമില്ല. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ദിസ് ഇസ് ദ സേവിയർ, നമ്മുടെ നനഞ്ഞ തുണി അല്ലെങ്കിൽ ടവൽ. ഓക്കെ, ഇനി മറ്റൊരു ടിപ്പ് പറയാം. അതായത് 8ാമത്തെ ടിപ്പാണ്. ഇതും നമ്മളെപ്പോഴും പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്. അതായത് ഫിഷ് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഫ്രീസറിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് നമ്മൾ മറന്നുപോയി എന്ന് വെച്ചോളൂ, അത് വെളിയിലെടുത്ത് വയ്ക്കാൻ, ഡീഫ്രോസ്റ്റ് ചെയ്യാൻ. എമർജൻസി ആയിട്ട് കറി ഉണ്ടാക്കണം, മീനിനെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കുറച്ച് വെള്ളം ചട്ടിയിലോ പാത്രത്തിലോ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ആ ഫ്രോസൺ ഫിഷിനെ മാറ്റാം. ഇതിപ്പോൾ നല്ല ഫ്രോസൺ ആയിരിക്കുവാണ്, ക്ലീൻഡ് ഫിഷൊന്നുമല്ല, അല്ലാതെ നല്ല ഫ്രഷ് മീൻ മേടിച്ചപ്പോൾ തന്നെ എടുത്ത് ഇങ്ങനെ വെച്ചതാണ്. ഓക്കെ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം വേണം. വാവ്, ഇതിനകത്ത് ഇടേണ്ടത് കല്ലുപ്പാണ് ഏറ്റവും ഐഡിയൽ. കല്ലുപ്പില്ലെങ്കിൽ നമുക്ക് പൊടിയുപ്പും ഇടാം. കുറച്ചേറെ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പെട്ടെന്ന് ഇളകി വരും, ഡീഫ്രോസ്റ്റ് ആയിട്ട് വരും. പൊടു പ്ലീസ്, പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ആകും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇളകുന്നതൊക്കെ കാണാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ, ഇളകി വരുന്നു. ഓക്കെ, ഈസി ആയിട്ട് അത് ഡീഫ്രോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നല്ല കല്ല് പോലെ ഇരുന്നാണ്, ഇളക്കാൻ പറ്റാത്ത രീതിയിൽ, പക്ഷേ ഈസി ആയിട്ട് വരുന്നുണ്ട്. 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡീഫ്രോസ്റ്റഡ്. എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു ടെക്നിക്ക് കുഴപ്പമില്ല, ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കഴിഞ്ഞു, എല്ലാം ഇളകി തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി. കുറച്ചുകൂടി അത് സോഫ്റ്റർ ആകും. പിന്നെ നമുക്ക് ഇതിപ്പോൾ കട്ട് ചെയ്യാത്ത മീനാണ്. കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് പിന്നെ സാധാരണ വെള്ളത്തിൽ കഴുകി സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറിയിൽ ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.